തൃപ്പൂണിത്തുറയ്ക്കുള്ള സ്ഥാനാർത്ഥിയാണ് എൻ്റെ അടുത്തിരിക്കുന്ന അഞ്ജലി നായർ. നമുക്കറിയാം ഇനിയിപ്പോൾ തൃപ്പൂണിത്തുറയുടെ ആ ഒരു സംശയം, സാബു ജേക്കബ് മത്സരിക്കുമോ എന്നുള്ള ആ സംശയം ഇതോടുകൂടി ഇല്ലാതെയാകുകയാണ്. അപ്പോൾ നമുക്കറിയാം അഞ്ജലി നായരെ പറ്റി പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യങ്ങളില്ല. മലയാളം മാത്രമല്ല, തമിഴ്, തെലുങ്ക്, സംസ്കൃതം എല്ലാ സിനിമാ രംഗത്തും അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിലും തമിഴിലും ഒരുപാട് അവാർഡുകൾ നേടിയിട്ടുണ്ട്. പുലിമുരുകൻ, ദൃശ്യം 2 ഒപ്പം തുടങ്ങി 157 സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്. അതിനേക്കാളൊക്കെ ഉപരി ഒരു സംരംഭകയാണ്, ചില ബിസിനസ്സുകൾ ചെയ്യുന്നു. അപ്പോൾ ഒരു ഗിഫ്റ്റിംഗ് കമ്പനിയുടെ സ്ഥാപകയാണ്. ഇനി ഇപ്പോൾ നമ്മുടെ ഏറ്റുമാനൂർ വീണ നായറിനെ പറഞ്ഞ പോലെ തന്നെ വീണ നായരുടെ ഒരു പ്രത്യേകത, അവിടെ ആ സ്ഥലത്ത് തന്നെ ജനിച്ചു വളർന്ന ഒരാളെയാണ് ഞങ്ങൾ ഏറ്റുമാനൂരിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അഞ്ജലി നായറും തൃപ്പൂണിത്തുറ തന്നെ ജനിച്ച് അവിടെ വളർന്ന് അവിടെ പഠിച്ച് വളർന്ന് തൃപ്പൂണിത്തുറക്കാരുടെ മനസ്സ് പൂർണ്ണമായിട്ടും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അഞ്ജലിയെ ഞങ്ങൾ തൃപ്പൂണിത്തുറയ്ക്ക് വേണ്ടി മാത്രമായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും തൃപ്പൂണിത്തുറക്കാരുടെ മനസ്സറിഞ്ഞ് അതിനുവേണ്ടി പ്രവർത്തിക്കാനായിട്ട് ഏറ്റവും നല്ല ഒരു സ്ഥാനാർത്ഥിയാണ് അഞ്ജലി നായർ. അത് തൃപ്പൂണിത്തുറക്കാർ സ്വീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തൃപ്പൂണിത്തുറ ഇന്ന് നേരിടുന്ന അല്ലെങ്കിൽ അവരുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ അഞ്ജലിക്ക് സാധിക്കും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഞങ്ങൾ തീരുമാനമെടുത്തത്. താങ്ക് യു സർ. അവിടെ ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനൊരു കാര്യം പാർട്ടി ആവശ്യപ്പെട്ടപ്പം അത് തൃപ്പൂണിത്തുറ ആയിരിക്കും എന്നുള്ള ഒരു സൂചന പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇന്നലെ സാബു സാറും പാർട്ടിയും ഇതിനോട് പറഞ്ഞപ്പം എന്താ പറയുക, ഇത് ലോകത്തോട് അപ്പം തന്നെ എനിക്ക് വിളിച്ചു പോകണം എന്നുള്ളൊരു അത്രയും വലിയൊരു ആഗ്രഹത്തിൽ പ്രാർത്ഥനയിൽ ഇരിക്കുകയായിരുന്നു. എൻ്റെ അച്ഛന് ഏറ്റവും കൂടുതൽ സന്തോഷമാവുന്ന ഒരു കാര്യമാണിത്. പറയാൻ വാക്കുകളില്ല. തൃപ്പൂണിത്തുറയിലുള്ള എല്ലാ ജനങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാവും. അവരുടെ എല്ലാവരുടെയും വീട്ടിലൊരു മകളെ പോലെ അവരുടെ പ്രശ്നങ്ങളെല്ലാം എൻ്റെ അടുത്ത് പറയാം. ഞാനതിന് പരമാവധി എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അവരുടെ വീട്ടിലൊരു അംഗത്തെ പോലെ ഞാൻ അവരോടൊപ്പം ഉണ്ടാകും, ഉറപ്പ്. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല, ഇതാദ്യമായിട്ടാണ്. ഒരുപാട് രാഷ്ട്രീയ വ്യക്തിത്വങ്ങൾ ഇരിക്കുന്ന വേദിയിൽ പല പരിപാടികളുടെ ഭാഗമായിട്ടുണ്ട്. ഇപ്പോൾ പറയുന്നത് പോലെ തന്നെ ബിസിനസ് ആയതുകൊണ്ട് തന്നെ എല്ലാ പാർട്ടിക്കാരിലും എല്ലാവരിലും സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ നിന്ന് ഇങ്ങനത്തെ ഒരു അവസരം കിട്ടിയപ്പോൾ ഒന്നും ചിന്തിച്ചില്ല. അച്ഛന് എപ്പോഴും എന്നെ ഇങ്ങനത്തെ ഒരു രാഷ്ട്രീയക്കാരിയായിട്ട് കാണാൻ ചെറുതിലേ മുതൽ അച്ഛൻ്റെ മാത്രം ആഗ്രഹമാണ്. അപ്പോൾ അച്ഛൻ്റെ മുഖം മാത്രമേ എനിക്ക് ഓർമ്മ വന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അനുവാദം വാങ്ങി മോളുമായിരുന്നു. നിലപാടുകളൊന്നുമില്ല. എല്ലാവർക്കും നല്ലത് വരിക, നന്മയായിട്ടത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഇല്ല, രാഷ്ട്രീയ പശ്ചാത്തലമായിട്ട് അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഏത് പാർട്ടി നല്ലത് ചെയ്യുമ്പോഴും അത് പറഞ്ഞ് ഉയർത്തി കാണിക്കുക, നല്ലത് പറയുക, നല്ലത് ചെയ്യുക, നന്മയോടുകൂടി എല്ലാവർക്കും വികസനത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ കഴിയട്ടെ എന്നുള്ളത് മാത്രമാണ്.